അയ്യോ എന്റെ ഭഗവാനെ, എന്തായി കാണിക്കുന്നേ? ഏത് പണിയടിച്ചുണർത്തിയ ഇനി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കേണ്ടത് എന്റെ ഭഗവാനെ? നീ ഉറക്കം നടിച്ച് എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം. എത്രയും പെട്ടെന്ന് എന്റെ മോൾ എനിക്ക് തിരിച്ചു തരണം. അയ്യോ എന്റെ ഭഗവാനെ, എന്തായി കാണിക്കുന്നേ? അമ്മേ, ആരെങ്കിലും അവരെ ഒന്ന് പിടിച്ചു മാറ്റുക. അയ്യോ അമ്മേ, അമ്മേ എന്താ അമ്മ കാണിക്കുന്നേ? അമ്മേ, 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 അമ്മ എന്തായി കാണിച്ചത്? എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്തേ? എന്താണെങ്കിലും ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേൾക്കണ്ടടാ. അമ്മേ, മോനെ, നെറ്റ് നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. വേഗം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അമ്മേ വാ വാ. ഇഞ്ചക്ഷൻ ഇപ്പൊ എടുക്കും. അതെടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ അപ്പൊ പറയണം കേട്ടോ. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാ മതി കേട്ടോ. ശരി. ആന്റിക്ക് ഇത് എന്തു പറ്റി? ആരെങ്കിലും ഇങ്ങനെ നെറ്റി കൊണ്ട് മണിയടിക്കോ? പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത ദൈവങ്ങളെ ഉണർത്താൻ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനാ തോന്നിയത്. അതിനിങ്ങനെയാണോ ചെയ്യേണ്ടേ? എന്തിനാ ആന്റി ഞങ്ങൾ എങ്ങനെ സങ്കടപ്പെടുത്തുന്ന? നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല മക്കളെ, എന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ചെയ്തു പോയതാ. എന്താ എന്താ ഉണ്ടായത്? നെറ്റ് ഒരുപാട് മുറിഞ്ഞോ? ഭാഗ്യത്തിന് സ്റ്റിച്ച് ഇടേണ്ടി വന്നില്ല, പക്ഷെ നല്ല മുറിവുണ്ട്. രക്തം ഒരുപാട് പോയി. എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം മോളെ? എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. നീ പറഞ്ഞത് എന്റെ മോക്ക് വേണ്ടി ഞാൻ പിന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ മകൾ അമ്മയ്ക്ക് തിരിച്ചു കിട്ടും. നേരത്തെ ഏട്ടത്തി മരിച്ചുപോയെന്ന് പറഞ്ഞായിരുന്നു കരഞ്ഞിരുന്നത്. ഇപ്പൊ കുറച്ചു നാളായി മോളെ തിരിച്ചു കിട്ടണോന്ന് പറഞ്ഞ് കരയുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ? അമ്മ റെസ്റ്റ് എടുക്ക. ഞാൻ സച്ചിയെ ഒന്ന് കണ്ടിട്ട് വരാം.
സച്ചി, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഇത്രയും നാളും ഈ വേദന ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. ഇപ്പതാ അമ്മയും ഞാൻ അനുഭവിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉരുകി തീരാൻ പോവാ. സ്വന്തം മകള് ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം ആരോടും പറയാൻ പറ്റാതെ മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കേണ്ടി വരുമ്പോ ഏതമ്മയായാലും മനസ്സൊന്ന് പതറിപ്പോവും. ഇതിനൊരവസാനം കാണണമെങ്കിൽ സച്ചി ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ഓർമ്മയില്ലാത്ത എന്റെ അർച്ചനെ ബലമായി പിടിച്ചോണ്ട് വന്നാൽ അതെല്ലാത്തിനും പരിഹാരമാവോ? എങ്കിൽ ഈ നിമിഷം അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. സച്ചി അമ്മ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് ഞാനും ഒരു കാരണമാണല്ലോ ദൈവമേ. അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടിയെന്ന സത്യം ഇപ്പൊ സച്ചിയോട് തുറന്നു പറഞ്ഞ എല്ലാ പ്രശ്നവും തീരും. പക്ഷെ ഗോകുൽ സാറിന്റെയും ഗൗരിമോളുടെയും ജീവിതം അവിടെ അവസാനിക്കും. ഗൗരിമോളുടെ അസുഖം മാറി പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഈ സത്യം സച്ചിയോട് പറയാനും ആവില്ല. വക്കീൽ എന്താ ഒന്നും പറയാത്തെ? ഇനിയുള്ള കാലവും അവക്ക് വേണ്ടി വെറുതെ പ്രതീക്ഷിച്ച് മനസ്സൊരുക്കി ജീവിക്കണോ ഞാനും അമ്മയും? അതോ ഈ നിമിഷം എല്ലാം അവസാനിപ്പിക്കണോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല വക്കീലെ. അനഘയ്ക്ക് സംശയം കൂടിക്കൂടി വരിക. പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ വരാൻ എന്ത് പറ്റിയെന്നാ അവൾ ചോദിക്കുന്നത്. അവളോട് സത്യം പറയണോ അതോ കള്ളം പറയണോ എനിക്കറിയില്ല. ജീവനോടുണ്ടെന്ന് അവളോട് പറഞ്ഞാൽ അവളത് എല്ലാവരോടും പറയും. പിന്നെ അവരെല്ലാം മനപ്രയാസപ്പെടുന്നത് ഞാൻ കാണേണ്ടി വരും. മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ അർച്ചനെ നേരിട്ട് പോയി വിളിച്ചോണ്ടുവരാൻ ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഗൗരിമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ സച്ചിക്ക് അറിയാവുന്നതല്ലേ. സച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തുംപിടിയും കിട്ടുന്നില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ മനസ്സിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഇനി ഈ അവസ്ഥയിൽ അമ്മയെ മുന്നോട്ട് വിടാൻ പറ്റില്ല. സച്ചി വിഷമിക്കാതെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഭഗവാന്മാരുടെ മുന്നിലാണെങ്കിലും മകൾക്ക് വേണ്ടി രക്തം ഒഴുക്കാൻ എന്റെ അമ്മ തയ്യാറായി. ഇവിടം കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല വക്കീലെ. അതാ എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നേ. ഞാനൊരു സാധാരണ മനുഷ്യനാ വക്കീലെ. എനിക്ക് എന്റെ കുടുംബവും ഭാര്യയും അമ്മയും എന്റെ മോളുവാ ഏറ്റവും വലുത്. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് അവരനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല.